നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലെ വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയായിരുന്നു. ഗൾഫിൽ നിന്ന് ഭർത്താവ് വരാനിരിക്കെ ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഇതിന് പിന്നിലെ വസ്തുതകളിലേക്ക് ഒന്ന് എത്തി നോക്കിയപ്പോഴാണ് ഭർത്താവിന് സ്വന്തം ചേട്ടൻ്റെ ഭാര്യയുമായിട്ട് അവിഹിതം. അതിൽ നിന്ന് ഒഴിവാകാനായിട്ട്, അത് മറക്കാനായിട്ട് ഭർത്താവിന് സാധിക്കുന്നില്ല. പല ആവർത്തി ഭർത്താവിനെ ഇതിൽ നിന്ന് വിലക്കിയിട്ടും ഭർത്താവിന് ഇതിൽ നിന്ന് പിന്തിരിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയും സഹികെട്ട് ഭർത്താവിനൊപ്പം കുറച്ചുനാൾ പോയി ഗൾഫിൽ ജോലി സ്ഥലത്ത് പോയി താമസിച്ചു. അവിടെയും ഭർത്താവിന് മറ്റ് അവിഹിതങ്ങളുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ അവിഹിതത്തിൽ മനം നൊന്ത് വാടക വീടെടുത്ത് താര 2 കുഞ്ഞുങ്ങളുമൊത്ത് ജീവിച്ചു വരികയായിരുന്നു. ഭർത്താവ് ഗൾഫിലേക്ക് വരുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് താമസത്തിന് താരയും കുഞ്ഞുങ്ങളും എത്തി. എന്നാൽ ആ വീട്ടിൽ തുടരുന്നതിന് ചേട്ടൻ്റെ ഭാര്യ സമ്മതിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഭാര്യയുമായിട്ടുള്ള അവിഹിതം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ താര വളരെയധികം വേദനയോടുകൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതിന് പകരം അവിടെ തന്നെ മണ്ണെണ്ണയൊഴിച്ച് 1.5 വയസ്സും 5 വയസ്സും മാത്രം പ്രായമുള്ള 2 പെൺകുഞ്ഞുങ്ങളുമൊത്ത് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ചേട്ടത്തിയുമായിട്ടുള്ള പല അവിഹിത പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ട വ്യക്തിയാണ് താര. അതുകൊണ്ട് തന്നെയും ഇതിൽ നിന്ന് തൻ്റെ ഭർത്താവ് പിന്തിരിയുന്നില്ല എന്നുള്ളൊരു മനോവിഷമം താരയ്ക്ക് കുറേ നാളുകളായിട്ടുണ്ട്. മറ്റാളുകളുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ ആരും തന്നെ ഇതിന് മറുപടി കൊടുക്കാറില്ല. തന്നെയുമല്ല, തൻ്റെ ഭർത്താവിനെ എല്ലാവർക്കും വിശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെ താരയുടെ ഭർത്താവിനെക്കുറിച്ച് എന്തെങ്കിലും മോശമായൊരു സാഹചര്യം ആരെങ്കിലും കേട്ടാലും അതവനെക്കുറിച്ച് വെറുതെ ഇല്ലാ കഥകൾ പറഞ്ഞ് പരത്തുന്നതാണെന്ന്, താരയുടെ തലയ്ക്കെന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് പറഞ്ഞ് താരയെ മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിക്കാനേ വീട്ടുകാർ നോക്കിയിരുന്നുള്ളൂ. പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങളുമൊത്തുള്ള ജീവിതത്തിലെ തൻ്റെ ഭർത്താവിൻ്റെ അവിഹിതം താരയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. കുഞ്ഞുങ്ങളായാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ധൈര്യപൂർവ്വം ജീവിച്ചു വരികയായിരുന്നു ഈ പെൺകുട്ടി. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതുപോലെ ചേട്ടത്തിയും കട്ടയ്ക്ക് നിൽക്കുന്നുവെന്ന് തോന്നിയപ്പോൾ താരയ്ക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതൊന്നും നല്ല മാതൃകകളല്ല. ഒരു സ്ത്രീക്ക് എപ്പോഴും മറ്റൊരു സ്ത്രീ തന്നെയാണ് പാരയായിട്ട് വരുന്നത്. പല ഭവനങ്ങളിലും അമ്മായിയമ്മ, നാത്തൂൻ പോര് 2 സ്ത്രീകൾ തന്നെയല്ലേ? അതുപോലെ തന്നെ ചേട്ടൻ്റെ ഭാര്യ എന്ന് പറയുന്ന ചേട്ടത്തിയും ഒരു സ്ത്രീ തന്നെയല്ലേ? എന്തിന് മറ്റ് കുടുംബങ്ങൾ തകർക്കുന്നതിന് ഇത്തരം സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കണം? ഒരു മനുഷ്യനും അവരുടെ വിലപ്പെട്ട കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളുമൊത്തുള്ള അവരുടെ സന്തോഷകരമായ ജീവിത നിമിഷങ്ങളെ എന്തിന് മറ്റുള്ളവർ വന്ന് കവർന്നെടുത്ത് അവരെ മരണത്തിലേക്ക് തള്ളിവിടണം? ഈ താരയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ എന്താ ആണൊരുത്തനല്ലേ? ഇത്തരം എത്രയോ കുടുംബങ്ങളിൽ ചില സ്ത്രീകളുടെ ഇടപെടൽ മൂലം കുടുംബങ്ങൾ നശിച്ച് മക്കൾ വേദനയോടുകൂടി കഴിയുന്ന അനുഭവങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും വേദനയ്ക്ക് കണ്ണുനീരിന് യാതൊരു വിലയും കൊടുക്കാതെ മറ്റ് സ്ത്രീകളുടെ ഒപ്പം ഇറങ്ങിത്തിരിക്കുന്ന ആണുങ്ങളെയും കാണാം. ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിലെ എല്ലാവിധ സന്തോഷങ്ങളും അവരുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാമ്പത്തികം അല്പം കുറഞ്ഞാലും സമാധാനവും സന്തോഷവും ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയും മുൻപോട്ട് ജീവിക്കുന്നത്. ഇവിടെ ഗൾഫിൽ നിന്ന് പണമുണ്ടാക്കുന്ന അനിയനെ കണ്ടുവച്ച് അനിയൻ്റെ സാമ്പത്തികത്തിന്മേൽ അനിയൻ്റെ കുടുംബം തകർക്കുന്നതിന് ഇറങ്ങിത്തിരിച്ചത് ഇവിടെ ചേട്ടൻ്റെ ഭാര്യയായിപ്പോയി. കഷ്ടജീവിതം.